രണ്ട് ബെഡ്റൂമാണ് ഉള്ളത്. നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ ബെഡ്റൂമും മാറ്റി രണ്ട് നല്ല മഡില് അവിടെ നിന്ന് വേണമെങ്കിൽ കാഴ്ചകൾ കാണാനുള്ള ഒരു ജനാല, നല്ലൊരു ബാത്റൂമാണ്. അതിനുശേഷം ഇപ്പുറത്ത് വേറൊരു രാജകീയമായ റൂം. ഇവിടെയും ഒരു ഗ്ലാസ്സിലെ സിമ്പിൾ ലൈറ്റിങ് കൊടുത്ത് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കാഴ്ചകൾ കാണാൻ പറ്റും. ഞാൻ മെല്ലയിലേക്ക് വരികയാണ്. ഇത്തരം മഡ് ഹൗസൊക്കെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ കുറവേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇടയ്ക്ക് ഫ്രീ ആവുമ്പോൾ വന്ന് ഈ മഡ് ഹൗസ് എൻജോയ് ചെയ്യാം. ഹായ്, നമസ്കാരമുണ്ട്. ഇത് നമ്മുടെ സ്വന്തം വയനാടാണ്. വയനാട്ടിലെ 1000 ഏക്കർ, അതായത് വയനാട്ടിലെ ബോച്ചെ 1000 ഏക്കർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ആ കാണുന്നതാണ് അരണമല എന്ന് പറയുന്ന മല. കുറേയധികം വൈവിധ്യങ്ങളാൽ പശ്ചിമഘട്ടങ്ങളാൽ വളരെ സമ്പുഷ്ടമാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ എപ്പോഴെങ്കിലും വരിക, താമസിക്കുക, ഈ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന വലിയ കാര്യമാണ്. ഇവിടെ പണ്ടത്തെ കാലത്ത് ആദിവാസികൾ, ഇപ്പോൾ വയനാടിൻ്റെ ഈ പ്രദേശങ്ങളിലേക്ക് ഇപ്പോഴും ആദിവാസികളുണ്ട്. കുറേ വിഭാഗങ്ങൾക്കൊക്കെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഇത്തരം റിസോർട്ടുകളിലും ഇത്തരം എസ്റ്റേറ്റുകളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊരു തേയില എസ്റ്റേറ്റാണ് ബേസിക്കലി. ഈ തേയില എസ്റ്റേറ്റുകൾ അതിനൊക്കെ മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം കാണിക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ ഒരു മഡ് ഹൗസാണ്. മഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ആളുകൾ ജീവിച്ചിരുന്ന് പരിപൂർണമായ മണ്ണിലാണ്. ഈ മഡ് ഹൗസിനെ അതേപോലെ തന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഫുള്ളി മണ്ണായിട്ട്. ഈ മൺ ഹൗസിൽ താമസിക്കുന്ന സമയത്ത്, അതായത് താമസിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ നിന്നുള്ള ആദിവാസി മൂപ്പൻ്റെ വീട് ഇവിടുത്തെ മഡ് ഹൗസാണ്. ഇത് അതിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുള്ള ഒരു പിക്ചറാണ്. ഇവിടെ രാത്രി കുറച്ചും കൂടി കഴിഞ്ഞൊരു ചന്ദ്രൻ്റെ ഫിഗർ രാത്രി ഒന്നുകൂടി ഭംഗി വരും. ഞാൻ മെല്ലെ ഈ മഡ് ഹൗസിലേക്ക് ഒന്ന് കടക്കാം. ഇവിടെ ചെരുപ്പ് പുറത്ത് ഊരിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഉപയോഗിക്കാനുള്ള ചെരുപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എടുത്ത് ഉപയോഗിക്കാന്നുള്ളതാണ്. മഡ് ഹൗസാണ്, വളരെ ഭംഗിയുള്ളൊരു മഡ് ഹൗസാണ്. ഇത് ഫ്രണ്ടിലെ സ്ഥലമാണ്. ഇവിടെ ഒരു ബുദ്ധൻ്റെ പടം വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബുദ്ധനെ പോലെ ഇരിക്കാം എന്നുള്ളതാണ് ഒരു പിക്ചർ. അതിന് മുകളിൽ വെച്ച് ഈ ഓല മുകളിൽ വെച്ച് ഒരു ലൈറ്റിംഗ് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഇത് ഒരു ചെറിയ മണ്ണുകൊണ്ട് തന്നെ പണിതിട്ടുള്ളതാണ്. നാച്ചുറൽ കളേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു താഴെ കണ്ടില്ലേ മണ്ണിരിക്കുന്നത്, സെൻറ്ററിൽ ഡോട്ട് കണ്ടോ? അതെന്താ കാരണം വെച്ചാൽ ഇത് ഒരു വലിയ പാറയുടെ മുകളിലാണ് നമ്മൾ പണിതിട്ടുള്ളത്. ഇത് ഒരു 4 കെട്ട് പോലെ ഉള്ളിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ വെച്ച് പാർട്ടി കൂടാനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഒരു സ്റ്റോറിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കി ജസ്റ്റ് സ്റ്റോറി ലൈൻസ് ഒക്കെ ഇത് ചെയ്യാം. ഇതിനെപ്പറ്റിയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ലൈന് കൊടുക്കാം. മഡ് ഹൗസിനെ പറ്റിയിട്ട്. ഈ മഡ് ഹൗസിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുറമെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഒരു സാധനം തയ്യാറാക്കിയിരിക്കുന്നത്.